സ്റ്റാർട്ടാക്കിക്കോ. സെക്ഷൻ എന്തായാലും റെക്കോർഡിംഗ് ആണ്. അപ്പോൾ സ്റ്റാർട്ടാക്കാവടാ? സ്റ്റാർട്ടാക്കിയോ. സ്റ്റാർട്ടാക്കാം. ഓക്കെ. സ്ലൈഡ്. ഓക്കെ, സ്ലൈഡ് കാണാവടാ? കാണാം. ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു, കാണുന്നുണ്ടല്ലോ? കാണാം. ഓക്കെ, സോ നമ്മുടെ ടോപ്പിക്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഹാഷിംഗ് ആണ്. ഹാഷിംഗ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം ബേസിൽ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹാഷിംഗ് എന്ന് പറയുന്നത്. സോ ഹാഷിങ്ങിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സെർച്ചിങ് ഈസി ആക്കുക എന്നുള്ളതാണ്, സെർച്ചിങ്ങിന്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. സോ നമുക്കറിയാം, നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സെർച്ചിങ് ആണ് ബേസിക്കലി നമുക്കറിയാവുന്നത്. ഒന്ന് ലീനിയർ സെർച്ചും സെക്കൻഡ് വൺ ബൈനറി സെർച്ചും ആണ്. അപ്പൊ ലീനിയർ സെർച്ചിൽ നമുക്ക് കോംപ്ലക്സിറ്റീസ് നമുക്കറിയാം. ലീനിയർ സെർച്ചിന്റെ കോംപ്ലക്സിറ്റി നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലീനിയർ സെർച്ചിന്റെ കോംപ്ലക്സിറ്റി ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് 1 ആണ്. Then worst case complexity big of n ആണ്. Average case complexity big of n ആണ്. Then okay, so നമ്മള് ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി നമ്മൾ പറയുന്ന കേസിൽ എന്താണ്, ഒരു എലമെന്റ് ഫസ്റ്റിൽ, ഒരു അറയുടെ ഫസ്റ്റ് ലൊക്കേഷനിൽ ഇരിക്കുകയാണെങ്കിൽ അതിനെ സെർച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് എലമെന്റ് തന്നെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ആദ്യത്തെ സെർച്ച് ചെക്കിങ്ങിൽ തന്നെ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാം. സോ അതിന് നമ്മൾ പറയുന്നതാണ് ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി, അതിന് ബിഗ് ഓഫ് 1. ഈ ബൈനറി സെർച്ച് ആണെങ്കിൽ ലോഗ് n ആണ് നമുക്ക് വരിക. സോ ലീനിയർ സെർച്ചിന്റെ കേസിൽ നമ്മുടെ ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് 1 ആണ്. അപ്പം ഹാഷിംഗ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ സെർച്ചിങ്ങിന്റെയും കോംപ്ലക്സിറ്റി 1 ആക്കുക എന്നുള്ള എയിമോട് കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു ടെക്നിക്കാണ് ഹാഷിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ കോംപ്ലക്സിറ്റീസും എന്താക്കി മാറ്റുക, 1 ആക്കി മാറ്റുക. അത് സോ നമ്മൾ ഹാഷിംഗ് ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സെർച്ചിങ് കോംപ്ലക്സിറ്റി, ഒരു എലമെന്റിനെ നമ്മൾ ഒരു അറയിൽ നിന്ന് സെർച്ച് ചെയ്യുന്നതിന്റെ കോംപ്ലക്സിറ്റി 1 ആക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് സെർച്ചിൽ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ആ എലമെന്റിനെ ഫൈൻഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഷിംഗ് യൂസ് ചെയ്യുന്നത്. സോ ഹാഷിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് യൂസ്ഡ് ഇൻ ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് എഫിഷ്യന്റ്ലി സ്റ്റോർ ആൻഡ് റിട്രീവ് ഡാറ്റ ഇൻ എ വേ ദാറ്റ് അലൗസ് ഫോർ ക്വിക്ക് ആക്സസ് ആണ്. ഒരാൾ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് സെർച്ച് ചെയ്തെടുക്കുക. ദാറ്റ് ഈസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ബിഗ് ഓഫ് കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് 1 ആക്കുക. Okay, hashing involves mapping data to a specific index in a hash table. അപ്പോൾ നമുക്ക് ഒരു ഹാഷിംഗ് പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ കോംപ്ലക്സിറ്റി റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 1ലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എലമെന്റ്സിനെ നമ്മളുടെ ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് ഒരു ഇൻഡെക്സ് ബേസ്ഡ് ആയിരിക്കും നമ്മൾ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യുക. ഇന്ന എലമെന്റ് ഇന്ന പർട്ടിക്കുലർ ഇൻഡെക്സിലേക്ക് സ്റ്റോർ ചെയ്യുക. അപ്പൊ അതെങ്ങനെയാണെന്നുള്ള കേസാണ് നമ്മുടെ ഹാഷ് ഫംഗ്ഷൻസ് നമ്മൾ പറയുക. നമുക്കൊരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു അറയുടെ ഏത് ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്യണം എന്നുള്ള കേസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റിനെയാണ് നമ്മൾ ഹാഷ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഹാഷ് ഫംഗ്ഷൻസ്. സോ ഒരു ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഒരു എലമെന്റിന് ഒരു പർട്ടിക്കുലർ അറയുടെ ഇൻഡെക്സ് എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു അറേ A of 10 എന്ന് പറയുന്ന ഒരു അറേ ഉണ്ടെങ്കിൽ അറയുടെ 0 to 9 വരെ, A of 0 to A of 9 വരെ ലൊക്കേഷൻ ഉണ്ടാവും. സോ അതിൽ 0, 1, 2, 3 up to 9 ആണ് ഒരു അറയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു എലമെന്റ് 10 എന്ന് പറയുന്ന ഒരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇൻഡെക്സിലേക്ക് അതിന് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ 12 എന്ന് പറയുന്ന ഒരു എലമെന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇൻഡെക്സിലേക്ക് സ്റ്റോർ ചെയ്യാം. അപ്പം അതിനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മുടെ ഹാഷ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഹാഷിംഗ് ഇൻവോൾവ്സ് മാപ്പിംഗ് ഓഫ് ഡാറ്റ ടു എ സ്പെസിഫിക് ഇൻഡെക്സ് ഇൻ എ ഹാഷ് ടേബിൾ യൂസിംഗ് ഹാഷ് ഫംഗ്ഷൻസ് ദാറ്റ് എനേബിൾ ഫാസ്റ്റ് റിട്രീവൽ ഓഫ് ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ ഇറ്റ്സ് കീ. ഓക്കെ, അപ്പം ഏത് എലമെന്റ് ആണ്, ആ എലമെന്റിനെയാണ് ആക്ച്വലി നമ്മൾ കീ എന്ന് പറയുന്നത്. ആ എലമെന്റ് എങ്ങനെ, സോ ഹാഷിംഗ് വി ക്യാൻ അച്ചീവ് ഓൾ 3 ഓപ്പറേഷൻസ്: സെർച്ച്, ഇൻസേർട്ട് ആൻഡ് ഡിലീഷൻ ഇൻ ബിഗ് ഓഫ് ടൈം കോംപ്ലക്സിറ്റി. ഓക്കെ, ഓൺ ആൻ ആവറേജ്. ഓക്കെ, അപ്പൊ നമുക്ക് ബിഗ് ഓഫ് 1 എന്ന് പറയുന്ന ടൈം കോംപ്ലക്സിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. Okay, so hash function is a mathematical operations that accept the key value as input and produces the hash code or hash value as output. ഓക്കെ, അപ്പം നമുക്കൊരു
കീ എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ആ എലമെന്റിന് ഞാൻ ആ എക്സാമ്പിൾ വരുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം. ഒരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ടേബിളിനുള്ളിലേക്ക് ഏത് ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്യണം. അപ്പൊ ആ എലമെന്റിനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. ദെൻ ആ കീയുടെ ബേസിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ ഒരു ഇൻഡെക്സ് സെലക്ട് ചെയ്യുന്നത് യൂസിങ് ഹാഷ് ഫംഗ്ഷൻ. ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻഡെക്സ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ പർട്ടിക്കുലർ ഇൻഡെക്സിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ദ വാല്യൂസ് ആർ ടിപ്പിക്കലി യൂസ്ഡ് to index a hash table, a fixed size table. ഒരു ഫിക്സഡ് സൈസ് ടേബിളിലേക്കായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യാം. സോ ആക്ച്വലി ഇതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു കീ ഉണ്ടാവും, ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഇൻഡെക്സ് വാല്യൂ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, ഒരു കീ ഇപ്പൊ സപ്പോസ് ഒരു വാല്യൂ എനിക്ക് 10 എന്ന് പറയുന്ന ഒരു എലമെന്റിനെ ഒരു അറയിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ അതാണ് നമ്മൾ കീ എന്ന് പറയുക. ആ കീയെ നമ്മളൊരു ഹാഷ് ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പൊ ആ ഹാഷ് ഫംഗ്ഷൻ നമുക്കൊരു ഇൻഡെക്സ് വാല്യൂ തരും. ദെൻ ആ ഇൻഡെക്സ് വാല്യൂയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, 10നെ സ്റ്റോർ ചെയ്യും. അതാണ് നമ്മുടെ ഹാഷിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. സിംപിളി നമുക്ക് ആ ഒരു എലമെന്റിനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് എങ്ങനെ റിട്രീവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏത് ഇൻഡെക്സ് ആണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഇൻഡെക്സിൽ പോയിട്ട് നമ്മൾ എന്തെടുത്താൽ മതി, എലമെന്റ്സിനെ നമുക്ക് റിട്രീവ് ചെയ്ത് കൊണ്ടുവന്നാൽ മതിയാവും. ഓക്കെ, സോ ഒരു അറയിലേക്ക് എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 4 ഹാഷിംഗ് മെത്തേഡ്സ് ആണ്, നമുക്ക് ഹാഷ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് വൺ ഡിവിഷൻ മെത്തേഡ്, സെക്കൻഡ് മിഡ് സ്ക്വയർ മെത്തേഡ്, തേർഡ് ഫോൾഡിംഗ് മെത്തേഡ്, 4 multiplication method. Okay, our division, mid square, multiplication, then digit folding എന്നാണ് നമ്മൾ പറയാം. സോ ദെൻ മൾട്ടിപ്ലിക്കേഷൻ. ഈ 4 മെത്തേഡുകളാണ് നമ്മൾ ഹാഷ് ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ കീയെ ഒരു പർട്ടിക്കുലർ ടേബിളിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, സോ ഡിവിഷൻ മെത്തേഡ്. ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു എലമെന്റിനെ ഹാഷ് ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യാം എന്നുള്ള കേസാണ് പറയാൻ പോകുന്നത്. ഈസിയസ്റ്റ് മെത്തേഡ് ആണ് ആൻഡ് ക്വിക്കസ്റ്റ് വേ ടു ക്രിയേറ്റ് എ ഹാഷ് വാല്യൂ ഈസ് ത്രൂ ഡിവിഷൻ. ഓക്കെ, നമ്മൾ എല്ലാത്തിന്റെയും ബേസ് മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇനിയിപ്പം അടുത്ത കൊളീഷൻ റെസൊല്യൂഷനിലേക്ക് നമ്മൾ വരും. അപ്പൊ അവിടേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഡിവിഷൻ മെത്തേഡാണ് ബേസ് മെത്തേഡായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. Okay, then here the key value is divided by m in this hash function, and the remainder is used as an index of the element in hash table. Okay, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ഫംഗ്ഷൻ h of k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെന്റ് ഒരു കീ കിട്ടി കഴിഞ്ഞാൽ അത് ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന h of k ഈക്വൽ ടു k mod m ആണ്. ഓക്കെ, അപ്പം എം എന്ന് പറയുന്നത് നമ്മളുടെ അറയുടെ സൈസ് അല്ലെങ്കിൽ ഹാഷ് ടേബിളിന്റെ സൈസ് ആണ്. കെ എന്ന് പറയുന്നത് നമ്മുടെ കീ, ഏത് കീ എലമെന്റ് ആണോ നമുക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ള കീ എലമെന്റ് സൈസ് ആണ്. സോ ഞാനിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. സോ ഞാനിവിടെ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. ആ ടേബിളിലേക്ക്, സോ ഇതാണ് നമ്മുടെ ടേബിൾ, ഈ കാണുന്നതാണ് ടേബിൾ. ദെൻ ഇത് അതിന്റെ ഇൻഡെക്സ് ആണ് 0, 1, 2, 3 up to 6 വരെയുള്ള ഇൻഡെക്സ് ഉണ്ട്. സോ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, 7 ആണ് നമ്മുടെ അറയുടെ സൈസ് എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ എനിക്ക് കുറെ എലമെന്റുകൾ ഉണ്ട്, 22, 33, then 44, then 17, then 12. ഇതുപോലെ കുറച്ച് നമ്പേഴ്സിനെ എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ ഹാഷ് ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. ഹാഷ് ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടുത്തെ നമ്മുടെ ടേബിൾ സൈസ് എത്രയാണെന്ന് നോക്കും. 1, 2, 3, 4, 5, 6, 7. സോ ഇതിന്റെ ഹാഷ് ടേബിളിന്റെ സൈസ് 7 ആണ്. സോ അതുകൊണ്ടാണ് ഇൻഡെക്സ് 0 to 6 വരെ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ നമ്മൾ പറയും, ഇപ്പൊ സപ്പോസ് എനിക്ക് 22നെയാണ് കെ ഓഫ് 22നെയാണ് എനിക്ക് ആ ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടുള്ളതെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്, നമ്മളുടെ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k mod 7 ആണ്. 7 എന്ന് പറയുന്നത് നമ്മുടെ ടേബിൾ സൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു കെയുടെ വാല്യൂ നമ്മളുടെ ഇവിടുത്തെ 22 ആണ്, 22 mod 7. അപ്പൊ 22 mod 7 നമുക്കറിയാം എത്രയാണ്, 1 ആണ് 22 mod 7 വരുന്നത്. 7 into 3 21, റിമൈനിങ് 1. സോ നമ്മൾ എന്ത് ചെയ്യും, 22നെ നമ്മളുടെ നമ്മളുടെ ഇൻഡെക്സ് 1ലേക്ക്, സോ ഇതിന്റെ വാല്യൂ ഈക്വൽ ടു 1 ആണ് അല്ലെ, ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്ന 1 ആണ്. അതിന്റെ മീനിങ് 22നെ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യണമെന്നാണ്, ഇൻഡെക്സ് 1ലേക്ക് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്.
ഓക്കെ, ഇൻഡെക്സ് 1ലേക്ക് സ്റ്റോർ ചെയ്യണം. സപ്പോസ് ഇനി നമുക്ക് വേണ്ടുള്ളത് 33 ആണെന്ന് വിചാരിച്ചോളൂ. നമുക്ക് വേണ്ടുള്ളത് 33 ആണ്. 33 ആണ് സ്റ്റോർ ചെയ്യാനുള്ളതെങ്കിൽ k of 33 ഈക്വൽ ടു എന്താണ്, സോറി, h of 33, നോട്ട് k of 33, h of 33. ഹാഷ് ഫംഗ്ഷന്റെ h ആണ് കേട്ടോ, ഹാഷ് ഫംഗ്ഷന്റെ h of 33 is equal to h of k h of k is equal to k mod 7 ആണ്. സോ ഇവിടെ h of k യുടെ വാല്യൂ 33 ആണ്. സോ നമ്മൾ 33 mod 7 ആണ് എടുക്കുന്നത്. 33 mod 7 അല്ലേ, 7. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 33 mod 7 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം 28 നിന്ന് ബാലൻസ് വരുമ്പോഴത്തേക്ക് 5 ആണ് നമുക്ക് റിമൈനിങ് വരുന്നത് അല്ലേ. 7 into 4 28 അല്ലേ. ബാലൻസ് നമുക്ക് 5 ആണ് വരേണ്ടത്. സോ നമ്മൾ എവിടെ ആയിരിക്കണം? 33 നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടുള്ളത് 5th ഇൻഡെക്സിലേക്കാണ് 33. കണ്ടോ? അപ്പൊ ആ ഇൻഡെക്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? ഹാഷ് ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ആക്ച്വലി നമ്മളുടെ ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഡിവിഷൻ മെത്തേഡ്, ആ ഇൻഡെക്സ് ഐഡന്റിഫൈ ചെയ്യുക, ഇൻഡെക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാം. ഇതാണ് നമ്മുടെ ഡിവിഷൻ മെത്തേഡ് പറയുന്നത്. സോ ഇങ്ങനെ നമുക്ക് എല്ലാ എലമെന്റ്സിനെയും, കാണുന്ന ഓരോ എലമെന്റ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടേബിളിനുള്ളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് ആക്ച്വലി നമ്മളുടെ ഡിവിഷൻ മെത്തേഡ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത്, സോ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ദെൻ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ കെ നമ്മളുടെ ഇപ്പോൾ ഒരു ഇൻഡെക്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്, ഇപ്പൊ എനിക്ക് 22 എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് നമ്മളുടെ കീ വാല്യൂവിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ a ആണ്. ആ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ബിറ്റ്വീൻ 0 and 1 ആണ്. ദാറ്റ് ഈസ് പ്രോബബ്ലി നമ്മൾ എപ്പോഴും എടുക്കുന്നത് 0.618 നമ്മൾ ഡൊണാൾഡ് നത്ത് കോൺസ്റ്റന്റ് എന്ന് പറയും. ആ കോൺസ്റ്റന്റ് ആണ് ആക്ച്വലി നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നത്? മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. 0ക്കും 1നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കാം, പക്ഷേ നമ്മൾ കോമൺലി നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ എടുക്കുന്ന ഒരു വാല്യൂ ആണ് 0.618. ദെൻ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതിന് ഒരു ഫ്രാക്ഷണൽ വാല്യൂ കൊണ്ട് നമ്മളൊരു കോൺസ്റ്റന്റ് കീയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഡേറ്റ കിട്ടും. ആ ഡേറ്റയ്ക്ക് ഒരു ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടാവും. സോ ഫൈൻഡ് ദ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് ദി പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിന്റെ ഫ്രാക്ഷണൽ പാർട്ട് എടുക്കും. ദിസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് കോൺസ്റ്റന്റ് ഇൻറ്റു നമ്മുടെ കീ ഇൻറ്റു a കോൺസ്റ്റന്റ് mod 1 ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും, മീൻസ് ആ ഫ്രാക്ഷണൽ പാർട്ട് കിട്ടും. ദെൻ മൾട്ടിപ്ലൈ ബൈ ടേബിൾ സൈസ് m. ടേബിൾ സൈസ് m കൊണ്ട് അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ റെസ്പെക്റ്റീവ് ഇതിലേക്ക് നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യും. ഓക്കെ, ദ ഫൈനൽ ഹാഷ് ഇൻഡെക്സ് ഇസ് ദെൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നതിന് നമ്മൾ ഫ്ലോർ ചെയ്യും. ഫ്ലോർ ചെയ്തിട്ട് ഏത് വാല്യൂ ആണോ അതിലേക്ക് കിട്ടുന്നത് അതിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. ദ ഫൈനൽ ഹാഷ് ഇൻഡെക്സ് ഈസ് ദ ഇന്റിജർ പാർട്ട് ഓഫ് ദി റിസൾട്ട്. അതിന്റെ ഇന്റിജർ പാർട്ട് ആയിരിക്കും അതിന്റെ റിസൾട്ട്, ഫൗണ്ട് ബൈ ടേക്കിംഗ് ദ ഫ്ലോർ ഓഫ് ദ വാല്യൂ ഫ്രം ദ പ്രീവിയസ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചത്, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നമുക്ക് കീ 123 എന്ന് പറയുന്ന ഒരു കീയെ നമുക്ക് ഒരു ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. കോൺസ്റ്റന്റ് a is equal to 618. ടേബിൾ സൈസ് 10 ആണെന്ന് വിചാരിക്കാം. ടേബിൾ സൈസ് 10. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് 123 നമ്മൾ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടും 76.014 കിട്ടും. അതിനെ നമ്മൾ mod 1 ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഫ്രാക്ഷണൽ പാർട്ട് നമുക്ക് കിട്ടും 0.014 ആണ് നമുക്ക് കിട്ടുക. ആ വാല്യൂനെ നമ്മുടെ ടേബിൾ സൈസ് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടുത്തെ ടേബിൾ സൈസ് 10 ആണ്. ആ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന 0.14 ആണ്. 0.14 നമ്മൾ ഫ്ലോർ ചെയ്യും. ഫ്ലോർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്ത് കിട്ടും? ഫ്ലോർ ചെയ്യുമ്പോഴത്തേക്ക് ഫ്ലോർ ആണ് ചെയ്യുന്നത്, അല്ലാതെ ഇതിലേക്ക് അല്ല ചെയ്യുക. ഫ്ലോർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് 0 ആയിരിക്കും കിട്ടുക. ദാറ്റ് ഈസ് 0.5ന് മുകളിലുള്ളതാണെങ്കിൽ 1 വരും, 0.5ന് താഴെയുള്ളതാണെങ്കിൽ നമുക്ക് 0 കിട്ടും. സോ നമുക്ക് 0 കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യും? 0th ഇൻഡെക്സിലേക്ക് നമ്മുടെ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യും. 0th ഇൻഡെക്സിലേക്ക് ആ എലമെന്റിനെ സ്റ്റോർ ചെയ്യും. അതിനനുസരിച്ചിട്ട് നമുക്കിപ്പോൾ ഓരോ വാല്യൂ ഏതാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ കേസുകൾ നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പൊ കീ വാല്യൂ അനുസരിച്ചിട്ട് നമുക്ക് പുതിയ പുതിയ ഇൻഡെക്സുകൾ കിട്ടും. ആ ഇൻഡെക്സിലേക്ക് നമുക്ക് എലമെന്റിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കീ ഉണ്ടെങ്കിൽ ആ കീയെ എവിടെ സ്റ്റോർ ചെയ്യണമെന്നുള്ള കേസാണ്. ഇപ്പോൾ 123 ഞാൻ എവിടെ സ്റ്റോർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 123 ഞാൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റിന്റെ ഫ്രാക്ഷണൽ പാർട്ട് ഞാൻ എടുക്കും. ആ ഫ്രാക്ഷണൽ പാർട്ടിനെ ഞാൻ 10 കൊണ്ട് മീൻസ് എന്റെ സൈസ് ഓഫ് ടേബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിൽ കിട്ടുന്ന വാല്യൂവിനെ ഞാൻ ഫ്ലോർ ചെയ്ത് കിട്ടുന്ന ഇന്റിജർ വാല്യൂവിന്റെ ലൊക്കേഷനിലേക്കായിരിക്കും ഞാൻ എന്ത് ചെയ്യുക? എന്റെ എലമെന്റിനെ സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇനി തേർഡ് വൺ ആണ് മിഡ് സ്ക്വയർ മെത്തേഡ് എന്ന് പറയുന്നത്. മിഡ് സ്ക്വയർ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കീയെ നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ ചെയ്തിട്ട് ആ കീയുടെ മിഡിൽ ടേമുകൾ നമ്മൾ സെലക്ട് ചെയ്യും. മിഡിൽ ടേമുകൾ നമ്മൾ സെലക്ട് ചെയ്യും. സോ ഇൻ മിഡ് സ്ക്വയർ മെത്തേഡ് ദ കീ ഈസ് സ്ക്വയർഡ് ആൻഡ് ദ മിഡിൽ ഡിജിറ്റ് ഓഫ് ദി റിസൾട്ട് ആർ ടേക്കൺ ആസ് ദ ഹാഷ് വാല്യൂ. ഓക്കെ, ദിസ് ടെക്നിക് വർക്ക് വെൽ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ചെയ്യുക. സോ നമ്മൾ ഇവിടുത്തെ കെ വാല്യൂ എന്ന് പറഞ്ഞാൽ 60 ആണെന്ന് വിചാരിക്കാം.
60 എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമുക്ക് ഒരു ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. 60 എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമ്മുടെ ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k into k ആണ്. 60 into 60 which is equal to 3600 ആണ് നമുക്ക് കിട്ടുന്നത്. 3600 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിന്റെ h(60) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മിഡിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് കേട്ടോ. 3യും 0യും ആണ് ഫസ്റ്റും ലാസ്റ്റും വാല്യൂ. അതിന്റെ മിഡിൽ കിടക്കുന്ന 60 നമ്മൾ എടുക്കും. Then taking 2 and 3 digits from left, that is second and third digit നമ്മൾ എടുക്കുന്ന 60. Then ആ 60 എന്ന് പറയുന്ന ഇൻഡെക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ array സ്റ്റോർ ചെയ്യും. 60 എന്ന് പറയുന്ന ഇൻഡെക്സിലേക്ക് നമ്മളുടെ array സ്റ്റോർ ചെയ്യും. സപ്പോസ് 60 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മളുടെ ആ 60യെ നമ്മളുടെ എന്തുകൊണ്ട് മോഡ് ചെയ്യും? നമ്മളുടെ ടേബിൾ സൈസ് കൊണ്ട് മോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഏതാണോ അതിന്റെ റിമൈൻഡർ വരുന്ന ആ ലൊക്കേഷനിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. അതെല്ലാ മെത്തേഡുകളിലും നമ്മളൊരു പർട്ടിക്കുലർ ലൊക്കേഷൻ അവിടെ ഇല്ല എങ്കിൽ, ദാറ്റ് ഈസ് എക്സീഡ് ദ ടേബിൾ സൈസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എഗെയിൻ ആ വാല്യൂനെ ഒന്നുകൂടെ നമ്മളുടെ ടേബിൾ സൈസ് കൊണ്ട് മോഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ലൊക്കേഷനിൽ ഇൻഡെക്സിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. ഓക്കെ. Then finally നമ്മളുടെ മെത്തേഡ് ആണ് ഫോൾഡിംഗ് മെത്തേഡ്. ഫോൾഡിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീ വാല്യൂ k ഷുഡ് ബി ഡിവൈഡഡ് ഇൻറ്റു പ്രീ ഡിറ്റർമൈൻഡ് നമ്പർ ഓഫ് പീസസ്. നമുക്ക് ഞാൻ സിംപ്ലി പറയാം, നമ്മൾ കീ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു 2 digits അല്ലെങ്കിൽ 3 digits അല്ലെങ്കിൽ 1 digit പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ പീസുകളെ നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത വാല്യൂ ആയിരിക്കും നമ്മുടെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത്. ആഡ് ചെയ്ത വാല്യൂ ആയിരിക്കും നമ്മുടെ ഇൻഡെക്സ് വാല്യൂ. നമ്മൾ കുറെ ഒരു എക്സാമ്പിൾ ബേസ് പറയുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. k should be divided into a predetermined number of pieces such as k1, k2, k3, kn, each having same amount of digits except the last part may have fewer number of digits. Add each element individually. Okay, suppose നമ്മളിപ്പോൾ 5 digit ഉള്ള ഒരു നമ്പറിനെ 2 digits വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ്? 2 digitsന്റെ 2 പാർട്ട് ഉണ്ടാവും, 1 digitന്റെ ഒരു പാർട്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് കിടക്കുന്നത്. ഫ്യൂവർ നമ്പർ മീൻസ് എക്സെപ്റ്റ് ദ ലാസ്റ്റ് പാർട്ട് മേ ഹാവ് ഫ്യൂവർ നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്നുള്ള കേസ്. ദാറ്റ് ഈസ് അവിടെ മേ ബി ലാസ്റ്റ് നമ്പറിൽ ചിലപ്പം 1 digit ആവാം, 2 digit ആവാം, ഡിപ്പെൻഡ് ആണ് അല്ലേ? Then the hash value is calculated without taking into account the final carry if any. So നമ്മളുടെ ഇവിടുത്തെ കേസ് നോക്കിക്കോളൂ. നമുക്ക് നമ്മൾ ഒരു നമ്പർ എടുത്തിട്ട് കുറെ പീസുകളായിട്ട് ഡിവൈഡ് ചെയ്തു. k1, k2, k3, k4, kn പീസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് അതിനെല്ലാം കൂടെ സം ചെയ്യും. സം ആണ് നമ്മുടെ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 2 3 4 5. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അതിനെ കുറച്ച് പീസ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? k1 ഇതിന്റെ 12, ഇതിൽ നിന്ന് 12നെ ഞാൻ എടുക്കുന്നു, അടുത്ത 34 അടുത്ത പീസ്. സോ 2 digits വെച്ചിട്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുന്നു. 2 digits വെച്ചിട്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ സ്റ്റാർട്ടിങ് ഫ്രം ലെഫ്റ്റ് ആണ്. ലെഫ്റ്റിൽ നിന്ന് 2 digits വെച്ചെടുക്കുക. അപ്പോൾ ആദ്യം 12 കിട്ടി, ദെൻ 34 കിട്ടി, ദെൻ റിമൈനിങ് 5 ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇത് മൂന്നിനും കൂടെ നമ്മൾ ആഡ് ചെയ്യും. 12 + 34 + 5 നമുക്ക് എന്ത് കിട്ടും? 51 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. സോ നമ്മുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 51 51 എന്ന് പറയുന്ന ഇൻഡെക്സിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? എലമെന്റുകളെ സ്റ്റോർ ചെയ്യുക. 51 എന്ന് പറയുന്ന ഇൻഡെക്സിലേക്കായിരിക്കും നമ്മൾ എലമെന്റുകളെ സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇതാണ് ഡിജിറ്റ് ഫോൾഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇത്രയും മെത്തേഡുകളാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളത്. നമുക്ക് 4 ഹാഷ് ഫംഗ്ഷൻസ് ആണുള്ളത്. ഡിവിഷൻ മെത്തേഡ്, മിഡ് സ്ക്വയർ മെത്തേഡ്, ഡിജിറ്റ് ഫോൾഡിംഗ് മെത്തേഡ്, മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഓക്കെ, ഡിവിഷൻ മെത്തേഡ് ആണ് കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ്. എന്ത് ചെയ്യും? നമ്മൾ ഒരു നമ്പറിനെ അതിന്റെ ടേബിൾ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ കീയെ നമ്മൾ ടേബിൾ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. റിമൈൻഡർ വാല്യൂവിനെ ഇൻഡെക്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യും, അതിലേക്ക് സ്റ്റോർ ചെയ്യും. മിഡ് സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എലമെന്റിനെ സ്ക്വയർ ചെയ്യും, എന്നിട്ട് അതിന്റെ മിഡിൽ വാല്യൂ, മിഡിൽ 2 ഡിജിറ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യും. 2 അല്ല, ഡിപ്പെൻഡ്, മിഡിൽ ഡിജിറ്റ്സ് സെലക്ട് ചെയ്യും, അതിനെ ഇൻഡെക്സ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. ദെൻ ഫോൾഡിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഡിജിറ്റ് ഫോൾഡിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റ്സിനെ നമ്മൾ ഒരു നമ്പറിനെ നമ്മൾ നമ്പർ ഓഫ് ഡിജിറ്റ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഫോൾഡ് ചെയ്ത് മീൻസ് പീസ് ഓഫ് ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് അതായിരിക്കും നമ്മൾ ഇൻഡെക്സ് ആയിട്ട് എടുക്കുക. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കീയെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ അതിന്റെ ഫ്രാക്ഷണൽ പാർട്ടിന്റെ ഫ്ലോർ വാല്യൂ എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഡെക്സിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? നമ്മളുടെ എലമെന്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഡെക്സ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ ഡിജിറ്റ് ഫോൾഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് ഇനി അടുത്ത നമ്മൾ പോകുന്നത് കൊളീഷൻ.
കൊളീഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്കാണ്. സപ്പോസ് ഞാൻ ഇനി അടുത്തൊരു എലമെന്റിനെ സ്റ്റോർ ചെയ്യുകയാണെന്ന് നോക്കിക്കോളൂ. 15 എന്ന് പറയുന്ന ഒരു എലമെന്റിന് അതാണ്ട് ഇവിടെ ഞാനിവിടെ ഒരു കീ ഒരു ടേബിൾ നമ്മുടെ ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. എനിക്ക് 22 എന്ന് പറയുന്ന ഒരു എലമെന്റിനെ നമ്മൾ മനസ്സിലാക്കി 22 എന്ന് പറഞ്ഞ കെ മോഡ് 7, 22 മോഡ് 7, 1 എന്ന് പറയുന്ന ഇൻഡെക്സിലേക്ക് സ്റ്റോർ ചെയ്തു. ദെൻ അടുത്ത 33 ഞാൻ എടുത്തു. 33 മോഡ് 7 നമ്മൾ 5 എന്ന് പറയുന്ന ഇൻഡെക്സിലേക്ക് സ്റ്റോർ ചെയ്തു. അടുത്ത 44 ആണ്. 44 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം 44 മോഡ് 7 44 മോഡ് 7 എത്രയാണ് വരിക? ഓക്കെ, 44 മോഡ് 7 നമ്മൾ 40 അല്ലേ? 40 ആണ് h of 44 അല്ലേ? 44 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 44 മോഡ് 7. അപ്പൊ നമുക്കറിയാം 5 into 7 then 6 into 7 42 അല്ലേ? 2. ഓക്കെ, 42 ബാലൻസ് വരുന്നത് നമുക്ക് എത്രയാണ്? 2 ആണ് അല്ലേ? ഇപ്പൊ 2. അപ്പൊ നമ്മൾ സെക്കൻഡ് ഇൻഡെക്സിലേക്കായിരിക്കും 44 നമ്മൾ ആഡ് ചെയ്യാം അല്ലേ? ഇനി സപ്പോസ് എനിക്കൊരു 15 എന്ന് പറയുന്ന ഒരാളെയും കൂടെ നമുക്ക് ഈ ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. 15 എന്ന് പറയുന്ന ഒരാളിനെ ഞാൻ ഈ ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യാണ്. 15 സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം 15 മോഡ് 7. 15 മോഡ് 7 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം 14 റിമൈൻഡർ 1 ആണ്. സോ 1 ആണ് നമുക്ക് റിമൈൻഡർ കിട്ടുന്നത്. 1 റിമൈൻഡർ വന്നു. സോ 1 റിമൈൻഡർ വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുകയാണ് 1ലേക്ക്. സോ 1ലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓൾറെഡി നമ്മളൊരു ഡേറ്റ അവിടേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓൾറെഡി ഒരു ഡേറ്റ നമുക്ക് അവിടേക്ക് സ്റ്റോർ ചെയ്യുന്നത്. സോ 15 എനിക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ എവിടെ ആയിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്? 1 ഇൻഡെക്സ് ഉള്ള ലൊക്കേഷനിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്. സോ 1 ഇൻഡെക്സ് ഉള്ള ലൊക്കേഷനിൽ ഓൾറെഡി ഒരു എലമെന്റ് ഉണ്ട്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് കൊളീഷൻ സംഭവിച്ചു. എന്താണ്? ഓൾറെഡി ഉള്ള ഒരു ഇൻഡെക്സിലേക്ക് പുതിയൊരു എലമെന്റ് വരുന്നു. സോ നമ്മൾ ഓരോ ഇൻഡെക്സിന് ഓരോ എലമെന്റിന് യുണീക്ക് ഇൻഡെക്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു എലമെന്റിനെ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? യുണീക്ക് ഇൻഡെക്സിലേക്കായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. സോ ആ ലൊക്കേഷനിൽ വേറൊരു എലമെന്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കോളൂ, 22 എൻ്റർ ചെയ്തു, അത് ഇൻഡെക്സ് 1ൽ ചെയ്തു. 33 നമ്മൾ എൻ്റർ ചെയ്തു, ഇൻഡെക്സ് 5ൽ നമ്മൾ ചെയ്തു. 44 നമ്മൾ എൻ്റർ ചെയ്തു, അത് ഇൻഡെക്സ് 2ൽ നമ്മൾ ചെയ്തു. അടുത്ത 15 ഞാൻ എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് 1 എന്ന് പറയുന്ന ഇൻഡെക്സിലേക്ക് തന്നെയാണ് 15 വരുന്നത്. സോ 1 എന്ന് പറയുന്ന ഇൻഡെക്സിലേക്ക് ഓൾറെഡി എന്തുണ്ട്? എലമെന്റുകളുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഇൻഡെക്സിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സോ ഒരു എലമെന്റ് ഉള്ള ഇൻഡെക്സിലേക്ക് പുതിയൊരു കീയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്ന പ്രോസസ്സിനാണ് എന്ന് പറയുന്നത് കൊളീഷൻ എന്ന് പറയുന്നത്. സോ കൊളീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സോ കൊളീഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യണം. കൊളീഷൻ നമ്മൾ റിസോൾവ് ചെയ്യണം. അപ്പൊ എങ്ങനെ നമുക്ക് കൊളീഷൻ റിസോൾവ് ചെയ്യാം? സോ കൊളീഷൻ റെസൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നിക്സ് നമ്മൾ കൊളീഷൻ റെസൊല്യൂഷനിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സിലേക്കാണ്. ഹാഷിൽ കൊളീഷൻ സംഭവിക്കാം. ഇതാണ് when a hash function generate the same index for multiple keysന് സെയിം ഇൻഡെക്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ there will be a conflict. What value be stored in that index? ആ ഇൻഡെക്സിലേക്ക് ഏത് വാല്യൂ സ്റ്റോർ ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ, അതല്ലെങ്കിൽ ഒരു ആംബിഗ്യൂറ്റി, അതല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ദിസ് ഈസ് നോൺ ആസ് ഹാഷ് കൊളീഷൻ. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഹാഷ് കൊളീഷൻ എന്ന് പറയുന്നത്. സോ ഹാഷ് കൊളീഷൻ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടെക്നിക്കുകളാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കൊളീഷൻ റെസൊല്യൂഷൻ ബൈ ചെയിനിങ്, അതിന് നമ്മൾ പറയുന്നത് ക്ലോസ്ഡ് അഡ്രസ്സിംഗ് എന്നാണ്. കൊളീഷൻ റെസൊല്യൂഷൻ ബൈ ചെയിനിങ്, കൊളീഷൻ റെസൊല്യൂഷൻ ബൈ ഓപ്പൺ അഡ്രസ്സിംഗ്. 2 മെത്തേഡാണ്, ക്ലോസ്ഡ് അഡ്രസ്സിങ്ങും ഓപ്പൺ അഡ്രസ്സിങ്ങും. ഓക്കെ, സോ ഞാനിവിടെ അത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. കൊളീഷൻ റെസൊല്യൂഷന്റെ 2 ടെക്നിക്കുകളാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളീഷൻ റെസൊല്യൂഷൻ ബൈ ഓപ്പൺ അഡ്രസ്, ക്ലോസ്ഡ് അഡ്രസ്സിംഗ് ആണ്. ക്ലോസ്ഡ് അഡ്രസ്സിംഗ്, ഇവിടെ ഓപ്പൺ അഡ്രസ്സിംഗ്. സെക്കൻഡ് വൺ ക്ലോസ്ഡ് അഡ്രസ്സിംഗ് ആണ്. ക്ലോസ്ഡ് അഡ്രസ്സിംഗ്. ഓക്കെ, ക്ലോസ്ഡ് അഡ്രസ്സിംഗ് ആണ് കൊളീഷൻ റെസൊല്യൂഷൻ ബൈ ക്ലോസ്ഡ് അഡ്രസ്സിംഗ്, CA, ക്ലോസ്ഡ് അഡ്രസ്സിംഗ്. ഞാൻ അത് ഷോർട്ട് ഫോം ആയിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് ഒരു മെത്തേഡാണുള്ളത്, കൊളീഷൻ റെസൊല്യൂഷൻ ബൈ ചെയിനിങ്. ഓക്കെ, സെപ്പറേറ്റ് ചെയിനിങ് എന്ന് നമ്മൾ നോർമലി പറയും. അപ്പൊ ചെയിനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൊളീഷനെ റിസോൾവ് ചെയ്യാം. സെക്കൻഡ് മെത്തേഡാണ് ഓപ്പൺ അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്, കൊളീഷൻ റെസൊല്യൂഷൻ ബൈ ഓപ്പൺ അഡ്രസ്സിംഗ്. അതിനകത്ത് 3 മെത്തേഡുകളാണുള്ളത്: ലീനിയർ പ്രോബിംഗ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ് ആൻഡ് ഡബിൾ ഹാഷിംഗ്. ലീനിയർ, ക്വാഡ്രാറ്റിക് ആൻഡ് ഡബിൾ ഹാഷിംഗ്. നമുക്ക് 3 മെത്തേഡുകളാണുള്ളത്: ലീനിയർ പ്രോബിംഗ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ് ആൻഡ് ഡബിൾ ഹാഷിംഗ്. 3 മെത്തേഡുകൾ. സോ നമുക്ക് ടോട്ടലി കൊളീഷൻ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 മെത്തേഡുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെ ഇത് റിസോൾവ് ചെയ്യാം എന്നുള്ള കേസ് നമ്മൾ പറയാണ്. സോ കൊളീഷൻ റെസൊല്യൂഷൻ ബൈ ചെയിനിങ് ഓർ ക്ലോസ്ഡ് അഡ്രസ്സിംഗ് പറയാണ്.
A typical collision handling techniques called separate chaining links components with the same hash using linked list. പക്ഷേ ഞാൻ സപ്പോസ് ഇത്രയുള്ള കാര്യം 1 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ഒരു 50 ആണ് ഞാൻ ആദ്യം സ്റ്റോർ ചെയ്തത്. സോ അടുത്തൊരു 85 ഞാൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ ഇൻഡെക്സ് 50 ആണെങ്കിൽ ഞാൻ അവിടെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ആ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ലിങ്ക് പാർട്ടിൽ മീൻസ് ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യും 85 സ്റ്റോർ ചെയ്യും. സോ ഫസ്റ്റ് അഡ്രസ് 50 സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ആക്ച്വലി നമ്മളിവിടെ എന്തെങ്കിലും ഒരു ലിങ്ക് ഒരു അഡ്രസ് പാർട്ടും കൂടെ കൊടുത്തിരിക്കും, നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് പാർട്ട്. സോ ആ നെക്സ്റ്റ് നോഡിലേക്ക് നമ്മൾ 85 സ്റ്റോർ ചെയ്യും. ദെൻ ഇനി അഗെയിൻ ഒരു നമ്പറും കൂടെ ആ സെയിം ഇൻഡെക്സിലേക്ക് വരികയാണെങ്കിൽ 85ന്റെ നെക്സ്റ്റ് ഒരു ലിങ്ക് ആയിട്ട് എന്ത് ചെയ്യും, ഒരു നോഡായിട്ട് നമ്മൾ എന്ത് ചെയ്യും 92നെ ആഡ് ചെയ്യും. സോ ഇതാണ് നമ്മളുടെ closed addressing എന്ന് പറയുന്നത്. Closed addressing, it is also known as closed addressing and employ array of linked list to successfully prevent the hash collision. So ഇതൊരു ബെറ്റർ അപ്രോച്ച് ആണ്, കാരണം നമ്മളുടെ കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്കുകളിൽ ഒരു ബെറ്റർ അപ്രോച്ച് ആണ്. കൊളീഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷെ ഒരേ ഒരു പ്രോസസ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മെമ്മറി നമുക്ക് ആവശ്യമായിട്ട് വരുന്നു എന്നുള്ളതാണ്. സോ നമ്മൾ ഇവിടുത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് 22 നമുക്കറിയാം എവിടെയാണ് 1 എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി 15 എന്ന് പറയുന്ന ലൊക്കേഷൻ വരികയാണെങ്കിൽ മീൻസ് 15 എന്ന് പറയുന്ന എലമെന്റ് വരികയാണെങ്കിൽ നമുക്കറിയാം 1 എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. സോ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് 1 എന്ന് പറയുന്ന ഇൻഡെക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു പുതിയ ലിങ്ക് നമ്മൾ ആഡ് ചെയ്യും. നോക്കിക്കോളൂ, ഇതാണ് ഞാൻ ഇവിടെ ഒരു ടേബിൾ എടുത്ത് വെച്ചിട്ട് ലിങ്ക് കൊടുക്കുകയാണ്. 1 എന്ന് പറയുന്ന ഇൻഡെക്സിലേക്ക് ഞാൻ പുതിയൊരു ലിങ്ക് കണക്ഷൻ കൊടുക്കുകയാണ്, ലിങ്ക്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലിങ്ക് ലിസ്റ്റ്. അപ്പൊ ഒരു കണക്ഷൻ ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കിക്കോണം എന്താണ്, അതിനകത്തൊരു അഡ്രസ് പാർട്ട് ഉണ്ടാവും. സോ ഇതിനകത്തൊരു അഡ്രസ് പാർട്ടും കൂടെ ആക്ച്വലി ഉണ്ടാവും അല്ലേ. 22നെ സ്റ്റോർ ചെയ്തിട്ട് 22ന്റെ നെക്സ്റ്റ് എലമെന്റ് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അഡ്രസ്സും കൂടെ നമ്മൾ ഈ നോഡിന്റെ അഡ്രസ്സും കൂടെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന 15 ആണ്. സോ നമ്മൾ 15 എന്ത് ചെയ്യും, അവിടേക്ക് സ്റ്റോർ ചെയ്യും. 15 നമ്മൾ അവിടേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ കൊളീഷൻ റെസൊല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി അഗെയിൻ ഒരു നമ്പർ വരികയാണ് 29 എന്ന് പറയുന്ന ഒരു നമ്പർ വരികയാണെന്ന് വിചാരിച്ചോളൂ. H of 29 വന്നു. 29 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 7 into 3 28 അല്ലേ. അപ്പോഴും നമുക്ക് കിട്ടുന്ന ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു 29 മോഡ് 7 വിച്ച് ഇസ് ഈക്വൽ ടു 1 ആണ് വരേണ്ടത്. സോ 1 എന്ന് പറയുന്ന ഇൻഡെക്സിലേക്കാണ് ഈ ആരെ ആഡ് ചെയ്യേണ്ടത്, 29നെ ആഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലിങ്ക് ലിസ്റ്റ് എടുക്കും, ഒരു നോഡ് എടുക്കും. ഓക്കെ, നോഡ് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ 15ന്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ പുതിയ നോഡിനെ ആഡ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, നമ്മളൊരു ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ദെൻ നമ്മളുടെ നമ്പർ എത്ര ആയിരുന്നു, 29 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ലിങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ചെയിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എലമെന്റുകൾ ഒരു ഹാഷ് ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. കൊളീഷൻ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സെയിം ഇൻഡെക്സിൽ തന്നെ ആ എലമെന്റുകൾ സ്റ്റോർ ചെയ്യും. ഇനി ഒരു ഇൻഡെക്സിൽ തന്നെ മോർ ദാൻ 1 വാല്യൂസ് വരികയാണെങ്കിൽ നമ്മൾ അവിടെ ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ എലമെന്റുകൾ എന്ത് ചെയ്യും, അതിലേക്ക് സ്റ്റോർ ചെയ്യും. സോ ഇതാണ് നമ്മളുടെ ഹാഷിംഗ് കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സിലെ ചെയിനിങ് എന്ന് പറയുന്ന പ്രോസസ്. ഓക്കെ, റെസൊല്യൂഷൻ ബൈ ചെയിനിങ് എന്ന് പറയുന്ന പ്രോസസ് ആണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയിനിങ് എന്ന് നോർമലി നമ്മൾ പറയാറുണ്ട്. സെപ്പറേറ്റ് ചെയിനിങ്, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ചെയിൻ പോലെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഓപ്പൺ അഡ്രസ്സിംഗ് ആണ്. ഓപ്പൺ അഡ്രസ്സിംഗ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് 3 മെത്തേഡുകളാണ് ആക്ച്വലി ഉള്ളത് ഓപ്പൺ അഡ്രസ്സിംഗിൽ. ഓക്കെ, ഒന്ന് ലീനിയർ പ്രോബിംഗ് ആണ്, സെക്കൻഡ് വൺ ക്വാഡ്രാറ്റിക് പ്രോബിംഗ് ആണ്, തേർഡ് വൺ ഡബിൾ ഹാഷിംഗ് ആണ്. ഓപ്പൺ അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ ഈച്ച് എൻട്രി ഇൻ ദ അറേ ഇറ്റ് സെൽഫ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലിങ്ക് ലിസ്റ്റ് ഒന്നും എടുക്കില്ല. നമ്മൾ ആ അറേയുടെ ലൊക്കേഷൻ അറേയിൽ തന്നെയാണ് എലമെന്റുകൾ സ്റ്റോർ ചെയ്യുന്നത്. സോ എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻ ഓർഡർ ടു സേഫ് മെമ്മറി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം, നമ്മൾ ഓരോ എലമെന്റ് അഡീഷണലി ആ ഇൻഡെക്സിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, പുതിയ നോഡുകൾ ക്രിയേറ്റ് ചെയ്യണം. നോഡുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, മെമ്മറി വേസ്റ്റേജ് ഉണ്ടാവും. സോ ആ മെമ്മറി വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അറേയിലേക്ക് തന്നെ പുതിയ ആ എലമെന്റുകളെ നമ്മൾ സ്റ്റോർ ചെയ്യും. ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ അറേയിലേക്ക് എലമെന്റുകളെ സ്റ്റോർ ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 3 ടെക്നിക്കുകളാണ് ലീനിയർ പ്രോബിംഗ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ് ആൻഡ് ഡബിൾ ഹാഷിംഗ്. Okay, the hash value is not used to locate objects. To insert, it first verifies the array beginning from hashed index and then search for an empty slot using probing sequence. Probing sequence use ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഇൻഡെക്സിനെ സെർച്ച് ചെയ്യുക, ഇൻഡെക്സിനെ ഫൈൻഡ് ചെയ്യുന്നത്, then ആ ഇൻഡെക്സിലേക്ക് നമ്മൾ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യും. സോ ലീനിയർ പ്രോബിംഗ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ് ആൻഡ് ഡബിൾ ഹാഷിംഗ്. എക്സാമ്പിൾ വരുമ്പോഴത്തേക്ക് നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും.
ഓക്കെ, ദെൻ അടുത്ത നെക്സ്റ്റ് നമ്മൾ ലീനിയർ പ്രോബിംഗിലേക്ക് പോവുകയാണ്. ലീനിയർ പ്രോബിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ദ ഹാഷ് ടേബിൾ ഈസ് സെർച്ച്ഡ് സീക്വൻഷ്യലി ദാറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ഒറിജിനൽ ലൊക്കേഷൻ ഓഫ് ദി ഹാഷ്. ഇപ്പൊ സപ്പോസ് ഫസ്റ്റ് ഒരു എലമെന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ആ ലൊക്കേഷനിൽ തന്നെ എന്ത് ചെയ്യും, അതിനെ സ്റ്റോർ ചെയ്യും. ദെൻ ഇൻ കേസ് ഓഫ് ലൊക്കേഷൻ ദാറ്റ് വി ഗെറ്റ് ഈസ് ഓൾറെഡി ഒക്കുപ്പൈഡ്, ആ കൊളീഷൻ വന്നു കഴിഞ്ഞാൽ, സിംപിളി നമ്മൾ പറഞ്ഞാൽ കൊളീഷൻ വന്നു കഴിഞ്ഞാൽ, ദാറ്റ് ഇസ് ഒരു ലൊക്കേഷനിലേക്ക് തന്നെ വേറൊരു എലമെന്റ് സെയിം ഇൻഡെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഇപ്പൊ ഏത് ലൊക്കേഷനോ അതേ പ്ലസ് ഐ, ദാറ്റ് ഈസ് അതേ പ്ലസ് 1 ലൊക്കേഷനിലേക്ക് നമ്മൾ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യും. അതേ പ്ലസ് 1 നമ്മൾ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യും. സോ ആ ലൊക്കേഷൻ ഫിൽ ആണെങ്കിൽ അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യും. സോ ലീനിയർ പ്രോബിംഗ് വർക്ക് ചെയ്യുന്ന ഇങ്ങനെയാണ്. എച്ച് ഓഫ് k plus i മോഡ് ടേബിൾ സൈസ്. സോ ഫസ്റ്റ് കേസിൽ k+0 മോഡ് ടേബിൾ സൈസ് ആണ്. സോ നമ്മുടെ നോർമൽ ഡിവിഷൻ മെത്തേഡ് പോലെ തന്നെയാണ്. നമ്മൾ ആദ്യം ഇൻഡെക്സ് കണ്ടുപിടിക്കും, ആ ഇൻഡെക്സിൽ എലമെന്റിനെ സ്റ്റോർ ചെയ്യും. രണ്ടാമതൊരു എലമെന്റ് സെയിം ഇൻഡെക്സിലേക്ക് വരികയാണെങ്കിൽ അതേ +1, ആ ഇൻഡെക്സ് +1 നമ്മൾ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യും. സപ്പോസ് ആ ഇൻഡെക്സിൽ എലമെന്റ് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഇൻഡെക്സ് +2 എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യും. +3 +4 ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, പൊയ്ക്കൊണ്ടേയിരിക്കും. ഓക്കെ, എലമെന്റ്സിനെ ഇൻസേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ, നമ്മുടെ ഇപ്പോഴത്തെ ചെയ്ത ആ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. സപ്പോസ് ഇവിടെ ഫസ്റ്റ് കേസ് എടുത്തോളൂ, h(22) വന്നു, ഞാൻ എന്ത് ചെയ്തു. സോ നമുക്ക് ഇവിടെ ലീനിയർ പ്രോബിംഗ് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്തില്ല, നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ആവശ്യം നമുക്കില്ല. സോ നമ്മൾ ഒഴിവാക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കേസ് ഇതാണ് ഇപ്പൊ പറയാം. നമുക്ക് h(22) എന്ന് പറയുന്ന എലമെന്റ് വന്നു. 22 എന്ന് പറയുന്ന എലമെന്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്തു. h(33) വന്നു, ഫിഫ്ത് ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്തു. h(44) വന്നു, നമ്മൾ സെക്കൻഡ് ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്തു. h(15) വന്നു. 15 വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യാനുള്ള പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h(15) വരുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 1 നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. 1 അല്ലേ, 1 സ്റ്റോർ ചെയ്യേണ്ടത്. സോ നമുക്ക് 1 സ്റ്റോർ ചെയ്യാൻ സ്പേസ് ഇല്ല, ഓൾറെഡി അവിടെ എലമെന്റ് ഫിൽഡ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്, ഇപ്പൊ h(29) ഇതിന്റെ കൂടെ ഒരു +1 ആഡ് ചെയ്യും അല്ലെ. +1 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, 1 + 1 + 2 കിട്ടും അല്ലേ, 2 കിട്ടി. അപ്പൊ നമ്മൾ നോക്കി സെക്കൻഡ് ഇൻഡെക്സിൽ ഓൾറെഡി എലമെന്റ് ഫിൽഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതേ +2 ചെയ്യും, അടുത്ത സീക്വൻഷ്യൽ ആയിട്ടുള്ള അടുത്ത ലൊക്കേഷനിൽ ഫിൽഡ് ആണോ എന്ന് നോക്കും. അപ്പൊ സോ h(1 + 2 3) തേർഡ് ലൊക്കേഷൻ നമ്മൾ സെർച്ച് ചെയ്യും. തേർഡ് ലൊക്കേഷനിൽ എന്തില്ല, എലമെന്റ് മീൻസ് എലമെന്റുകൾ ഇല്ല, നമുക്ക് ലൊക്കേഷൻ ഫ്രീ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, 15 അവിടെ സ്റ്റോർ ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി സപ്പോസ്, ഓക്കെ സോറി തെറ്റിപ്പോയി, 15ന്റെ കേസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് വരുന്നത് 29 ആണെന്ന് വിചാരിച്ചുള്ളൂ. 29 നമ്മൾ വന്നു. 29 നമ്മൾ ഇൻഡെക്സ് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് നമുക്ക് കിട്ടി 1 ആണെന്ന് മനസ്സിലായി. സോ 1 നമ്മൾ വന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്താണ്, എലമെന്റ് ഓൾറെഡി ഫിൽഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, +i, ലീനിയർ പ്രോബിംഗ് ആണ്. ലീനിയർ ആയിട്ട് 1/1 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ 1 ആണെങ്കിൽ നമ്മൾ നേരെ എടുത്ത് അടുത്ത 2 എന്ന് പറയുന്ന ലൊക്കേഷൻ, +i, അടുത്ത 2 എന്ന് പറയുന്ന ലൊക്കേഷൻ നോക്കും, അവിടെയും ഫിൽഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 എന്ന് പറയുന്ന ലൊക്കേഷൻ നോക്കും, അവിടെയും ഫിൽഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 4 എന്ന് പറയുന്ന ലൊക്കേഷൻ ഫ്രീ ആണെങ്കിൽ ആ ലൊക്കേഷനിലേക്ക് നമ്മൾ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യും. സോ ഇതാണ് നമ്മുടെ ലീനിയർ പ്രോബിംഗ് എന്ന് പറയുന്നത്. ലീനിയർ ആയിട്ട് നമ്മുടെ എലമെന്റുകൾ എന്ത് ചെയ്യും, ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇൻഡെക്സ് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഇൻഡെക്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് ലീനിയർ പ്രോബിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ക്വാഡ്രാറ്റിക് പ്രോബിംഗ് ആണ്. സോ ലീനിയർ പ്രോബിംഗിന്റെ എക്സാമ്പിൾ ആക്ച്വലി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞതിൽ കൂടുതലൊന്നുമില്ല. ദെൻ ക്വാഡ്രാറ്റിക് പ്രോബിംഗ് ആണ്. ക്വാഡ്രാറ്റിക് പ്രോബിംഗ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ക്വാഡ്രാറ്റിക് പ്രോബിംഗിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവിടെ ലീനിയർ പ്രോബിംഗിന്റെ കേസിൽ ശ്രദ്ധിച്ചോളൂ, ലീനിയർ പ്രോബിംഗിന്റെ കേസിൽ, സോ ഇത് സെപ്പറേറ്റ് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രൈമറി ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്ന ഒരു കേസ്, പ്രൈമറി ക്ലസ്റ്ററിംഗ്. ഇപ്പൊ ലീനിയർ പ്രോബിംഗിന്റെ കേസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, ഇപ്പൊ സപ്പോസ് ഇവിടെ ഞാൻ 1 2 3 4 4 എലമെന്റ്സിനെ ഇൻസേർട്ട് ചെയ്ത് 5 എലമെന്റ്സിനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 1 2 3 4 5 5 എലമെന്റ്സിനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സീക്വൻഷ്യൽ ആയിട്ട് അതിനകത്ത് എലമെന്റുകൾ സ്റ്റോർ ചെയ്തു അല്ലേ. അപ്പൊ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എലമെന്റുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ക്ലസ്റ്ററിംഗ് ഓക്കെ, ക്ലസ്റ്ററിംഗ്. സോ പ്രൈമറി ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകും. മീൻസ് എലമെന്റുകൾ ഇങ്ങനെ കൂടി നിൽക്കുക. അപ്പൊ നമ്മൾ പുതിയൊരു എലമെന്റിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മുടെ ഹാഷ് കീ കുറെ പ്രാവശ്യം നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കേണ്ടുള്ള ഒരു എന്ത് ചെയ്യാൻ, എലമെന്റുകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിനെയാണ് നമ്മൾ പ്രൈമറി ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. സോ പ്രൈമറി ക്ലസ്റ്ററിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ടെക്നിക്കാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് പ്രോബിംഗ് എന്ന് പറയുന്നത്. ക്വാഡ്രാറ്റിക് പ്രോബിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് h of k is equal to k plus i² മോഡ് ടേബിൾ സൈസ് ചെയ്യും. ദാറ്റ് ഈസ് ആദ്യം നമ്മൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഏരിയയിലേക്ക് മാത്രം എന്ത് ചെയ്യും, നമ്മൾ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യും. k plus i² ആണിത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ആദ്യം നമ്മളുടെ h of k കണ്ടുപിടിക്കും. k മോഡ് ടേബിൾ സൈസ് ആണ്, അതിൽ എലമെന്റ് ഓൾറെഡി മീൻസ് എലമെന്റ് ഫിൽ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും,
ഐ പ്ലസ് ഐ സ്ക്വയർ കണ്ടുപിടിക്കും. പ്ലസ് ഐ സ്ക്വയർ. ഐ സ്ക്വയറുടെ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 1, 2, 3, 4 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം ആദ്യം 0 ആണ്. സോ 0 സ്ക്വയർ 0 തന്നെയാണ് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, എച്ച് ഓഫ് കെ, ആ കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടിയ ഫംഗ്ഷൻ ഉള്ള സ്ഥലത്ത്, മീൻസ് ഇൻഡെക്സ് കിട്ടിയ സ്ഥലത്തേക്ക് തന്നെ എന്ത് ചെയ്യും, ആദ്യ എലമെന്റിനെ സ്റ്റോർ ചെയ്യും. രണ്ടാമത്തെ എലമെന്റ് ഐ സ്ക്വയർ ലൊക്കേഷനിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുക. മൂന്നാമത്തെ ലൊക്കേഷനിൽ, സോ രണ്ടാമത്തെ കേസിൽ വരുമ്പോഴത്തേക്ക് ഐയുടെ വാല്യൂ 1 ആവും. മൂന്നാമത്തെ കേസ് വരുമ്പോഴത്തേക്ക് ഐയുടെ വാല്യൂ 2 ആവും. സോ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീനിയർ പ്രോബിംഗിലെ പ്രൈമറി ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്ന പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെ ചെയ്യുന്നതെന്നുള്ള കേസ് ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഇവിടെ നമുക്ക് കുറെ എലമെന്റുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വന്നു എച്ച് ഓഫ് 22 നമ്മൾ 1 ലൊക്കേഷൻ സ്റ്റോർ ചെയ്തു. എച്ച് ഓഫ് 33 നമ്മൾ എത്രാമത്തെ ലൊക്കേഷൻ സ്റ്റോർ ചെയ്തു, 5th ലൊക്കേഷൻ സ്റ്റോർ ചെയ്തു, 33. ഓക്കെ, സോ എച്ച് ഓഫ് 33 തൽക്കാലം ഒന്ന് ഒഴിവാക്കി നിർത്തിയേക്കാണ്, നമുക്ക് ആവശ്യം. ഓക്കെ, ഞാൻ എച്ച് ഓഫ് 33 ഇപ്പൊ തൽക്കാലം ഇല്ല, ഇതൊന്ന് കാണിക്കാൻ. ഇനി എച്ച് ഓഫ് 22 ഞാൻ ഇവിടെ ഫസ്റ്റ് ലൊക്കേഷൻ സ്റ്റോർ ചെയ്തു. എച്ച് ഓഫ് 44 ഞാൻ സെക്കൻഡ് ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്തു, നോർമൽ കീ. അടുത്ത എച്ച് ഓഫ് 15 വന്നു. 15 വന്നപ്പോഴത്തേക്ക് നമ്മളുടെ ഫസ്റ്റ് ലൊക്കേഷൻ എന്താണ്, ഫിൽഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഐ പ്ലസ് ഐ സ്ക്വയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊടുക്കും. പ്ലസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ റേഞ്ചിങ് ഫ്രം 1 to ടേബിൾ സൈസ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, 1, 2, 3 ഓർഡറിൽ പോയിക്കൊണ്ടിരിക്കും. സോ ഇവിടുത്തെ ഐയുടെ വാല്യൂ ഫസ്റ്റ് നമ്മൾ 0 സ്ക്വയർ ആയിരുന്നു, അപ്പോഴാണ് നമുക്ക് 1 കിട്ടിയത്. അതിന്റെ ഏതിന്റെ കേസിൽ, എച്ച് ഓഫ് 22ന്റെ കേസിൽ. ദെൻ 0 സ്ക്വയർ ഇപ്പൊ നമ്മൾ കണ്ടപ്പോഴത്തേക്ക് 22 ഓൾറെഡി എലമെന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 സ്ക്വയർ ആക്കും. 1 സ്ക്വയർ അല്ലേ, ഇപ്പൊ 15 മോഡ് 7 1 കിട്ടും. 1 + 1 സ്ക്വയർ, 1 + 1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1 + 1 സ്ക്വയർ നമുക്ക് കിട്ടുന്നത് 2 ആണ്. അപ്പൊ 2 സെക്കൻഡ് ലൊക്കേഷനിലേക്ക് നമ്മൾ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സോ സെക്കൻഡ് ലൊക്കേഷനിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് എന്താണ്, അവിടെ എലമെന്റ് ഉണ്ട്, കൊളീഷൻ ആണ്. അപ്പൊ നമുക്ക് അവിടേക്ക് എലമെന്റിനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ലൊക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താക്കി മാറ്റും, 2 ആക്കി മാറ്റും. ഐയുടെ വാല്യൂ 2 ആക്കി മാറ്റും. ഓക്കെ, ഐയുടെ വാല്യൂ 2 ആക്കി മാറ്റും. സോ ഐയുടെ വാല്യൂ 2 ആക്കി മാറ്റുമ്പോഴത്തേക്ക് എന്താണ്, 1 + 4 5th ഇൻഡെക്സിലേക്ക് നമുക്ക് എലമെന്റിനെ സ്റ്റോർ ചെയ്യാം. സോ 1, 2, 3, 4, 5 കണ്ടോ, 1, 2, 3, 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻറ്റർ ചെയ്ത എലമെന്റ്സ് കഴിഞ്ഞിട്ട് ഒരു 4 ലൊക്കേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ലൊക്കേഷനിലേക്കായിരിക്കും നമ്മൾ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യുക, 5th. സോ ഇതിന്റെ വാല്യൂ എന്താണ്, നമ്മുടെ ഐ സ്ക്വയറിന്റെ വാല്യൂ നമുക്കറിയാം റേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, 1, 4, 9, 16 എന്ന് പറയുന്ന ഓർഡറിലായിരിക്കും റേഞ്ച് ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് 1, 4. അപ്പൊ നമ്മൾ അടുത്ത എവിടെ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, 15 നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്, 5th ഇൻഡെക്സിലാണ്. കണ്ടോ, 5th ഇൻഡെക്സിലാണ്. അടുത്ത 29 വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കും, ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് ഉണ്ടോ എന്ന് നോക്കും, ഇല്ല. ദെൻ സെക്കൻഡ് ഇൻഡെക്സിലേക്ക് നമ്മൾ നോക്കും, സെക്കൻഡ് ഇൻഡെക്സ് ഓൾറെഡി ഫിൽഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്ലസ് ഐ സ്ക്വയർ കൊടുത്തു. പ്ലസ് ഐ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് 2 സ്ക്വയർ, ദാറ്റ് ഈസ് 4 ആണ്. 2 സ്ക്വയർ 4 ആണ് അല്ലേ, 4 ആണ്. സോറി 2 സ്ക്വയർ 4. അപ്പൊ 5th ഇൻഡെക്സിൽ ഓൾറെഡി ഉണ്ട്. പ്ലസ് ഇനി നമ്മൾ 3 സ്ക്വയർ കൊടുക്കുക, എന്താണ് 9. 3 സ്ക്വയർ 9 നമ്മൾ കൊടുക്കും. അപ്പൊ എന്താണ് 10th ഇൻഡെക്സ്. 10 ഇല്ലാത്തത് കൊണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മോഡ് 7 എടുത്തിട്ട് അതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. മോഡ് 7 എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 10 മോഡ് 7 തേർഡ് ലൊക്കേഷൻ കിട്ടും. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിന് സ്റ്റോർ ചെയ്യും. സോ വാല്യൂ നമ്മുടെ ടേബിൾ സൈസിനേക്കാളും കൂടുതലാണെങ്കിൽ പിന്നെ അതിനെ എന്ത് ചെയ്താൽ നമ്മുടെ മോഡ് ചെയ്യാം, റിസൾട്ടന്റ് വാല്യൂനെ നമ്മൾ മോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് നമുക്ക് എലമെന്റിനെ സ്റ്റോർ ചെയ്യാം. സോ ഇത് നമുക്ക് കിട്ടുന്നത് 29 നമ്മൾ ബൈ 7 കണ്ടു. അപ്പൊ അത് നമുക്ക് 1 കിട്ടി. 1നെ നമ്മൾ 1 സ്ക്വയർ ചെയ്തപ്പോഴത്തേക്ക് അവിടെ ലൊക്കേഷൻ ഉണ്ട്, 2 സ്ക്വയർ ചെയ്തപ്പോഴത്തേക്ക് അവിടെ ലൊക്കേഷൻ ഉണ്ട്. നമ്മൾ പിന്നെ 3 സ്ക്വയർ കണ്ടുപിടിച്ചു. സോ 9 + 1 10 ആയി. 10 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഇല്ല. 10 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഇല്ലാത്ത ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും കേട്ടോ. 10 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യും. 10 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്തു, 10 മോഡ് 7. 10 മോഡ് 7 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 3 കിട്ടും. ആ 3യിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. 930. ഓക്കെ, അപ്പൊ സോ ഇതാണ് ക്വാഡ്രാറ്റിക് പ്രോബിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ലീനിയർ പ്രോബിംഗ് നമ്മൾ പഠിച്ചു, ക്വാഡ്രാറ്റിക് പ്രോബിംഗ് നമ്മൾ പഠിച്ചു, സെപ്പറേറ്റ് ചെയിനിങ് നമ്മൾ പഠിച്ചു. സെപ്പറേറ്റ് ചെയിനിങ് അല്ലെ, 3 മെത്തേഡ് പഠിച്ചു. ഇനി നമുക്കുള്ളത് ഡബിൾ ഹാഷിംഗ് എന്ന് പറയുന്ന നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ക്വാഡ്രാറ്റിക് പ്രോബിംഗ് കഴിഞ്ഞ് ഡബിൾ ഹാഷിംഗിലേക്ക് വരികയാണ്. അപ്പൊ ഡബിൾ ഹാഷിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോ സപ്പോസ് നമുക്ക് ഞാൻ ഈ ഹാഷ് ഫംഗ്ഷനിലേക്ക് തന്നെ ഡയറക്റ്റ് അങ്ങ് പോവുകയാണ്.
ഓക്കെ, ഡബിൾ ഹാഷിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മളുടെ നോർമൽ ഹാഷ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എലമെന്റ് കണ്ടുപിടിക്കുന്നു. സോ ആ ലൊക്കേഷനിൽ കൊളീഷൻ ഉണ്ട് എങ്കിൽ നമ്മൾ രണ്ടാമതൊരു ഹാഷ് ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യുകയാണ്. ഹാഷ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഹാഷ് ഫംഗ്ഷൻ h2 എന്ന് പറയുന്ന ഒരു ഹാഷ് ഫംഗ്ഷൻ ഉണ്ടാക്കും. അതിന് നമ്മൾ നമ്മുടെ വാല്യൂ മീൻസ് നമ്മുടെ സീക്വൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഒറിജിനൽ ഹാഷ് ഫംഗ്ഷനിലേക്ക് ആഡ് ചെയ്തിട്ട് ആ വാല്യൂനെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഒറിജിനൽ ഹാഷ് ഫംഗ്ഷനിലേക്ക് ആഡ് ചെയ്തൊരു വാല്യൂ ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹാഷ് ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആ ക്രിയേറ്റ് ചെയ്ത ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഒറിജിനൽ വാല്യൂ, നമ്മളുടെ പുതിയ വാല്യൂനെ നമ്മൾ ആ ഹാഷ് ടേബിളിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പൊ നോക്കിക്കോളൂ, ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യനകത്ത് തന്നെ താട്ടെ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു ഹാഷ് ഫംഗ്ഷൻ h(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് h1 എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. h1 എന്ന് പറയുന്നത് h mod 7, നമ്മുടെ പഴയ ടേബിളിന്റെ കേസ് തന്നെ എടുത്തു. അടുത്ത സെക്കൻഡ് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് h1 of x എന്ന് പറയുന്നത് 2x - 1 mod 7 ആണെന്ന് വിചാരിച്ചോളൂ. ഞാൻ പുതിയൊരു ഹാഷ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടേബിളിലേക്ക് ഞാൻ പുതിയൊരു ഹാഷ് ഫംഗ്ഷൻ കൂടെ കൊണ്ടുവരികയാണ്. ശ്രദ്ധിച്ചോളൂ, കൺട്രോൾ നോക്കിക്കോളൂ. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് ഹാഷ് ഫംഗ്ഷൻ h(k) ഇല്ലേ, ഞാനത് രണ്ടായിട്ട് എഴുതാൻ നോക്കിക്കോളൂ. h1 of k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു k mod 7 തന്നെയാണ്. k mod 7 തന്നെയാണ്. ഇനി h2 of k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഷ് ഫംഗ്ഷൻ, രണ്ടാമതൊരു ഹാഷ് ഫംഗ്ഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. h2 of k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x - 1 mod 7 ആണ്. 2x - 1 mod 7, 2x - 1 mod 7. വേറെ x എന്ന് പറഞ്ഞാൽ കീ തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. h of k യുടെ കേസ് തന്നെ എടുത്തോളൂ. h of k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2k - 1 mod 7 ആണ്. ഓക്കെ, 2k mod 1 mod 7. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് ആദ്യം ഞാൻ എന്ത് ചെയ്തു, h22 കണ്ടുപിടിക്കുകയാണ്. നമുക്ക് ഓരോന്നും കണ്ടുപിടിച്ച് വരാം. h22 കണ്ടുപിടിക്കുകയാണ്. h22 കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് നമുക്കറിയാം ഇവിടെ 1 എന്ന് പറയുന്ന ഇൻഡെക്സിലാണ്, പ്രശ്നമില്ല, കൊളീഷൻ ഇല്ല. സോ നമ്മൾ അവിടെ തന്നെ സ്റ്റോർ ചെയ്യും. നമ്മൾ ഡബിൾ ഹാഷിംഗ് യൂസ് ചെയ്യില്ല. എന്താണ്, നമുക്ക് ഫസ്റ്റ് ഹാഷിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ h1 യൂസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി, h1 of 22. h1 യൂസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അവിടെ കൊളീഷൻ ഇല്ല എന്ന് മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്തു, അവിടെ എലമെന്റിനെ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത യൂസ് ചെയ്യാൻ പോകുന്നത് h of നമുക്ക് ഞാൻ ഡയറക്റ്റ് 15 തന്നെ എടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, 15 തന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ള കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം സോൾവ് ആയാലും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 15 mod 7 കണ്ടുപിടിച്ചു. 15 mod 7 കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം എത്ര ആണ് കിട്ടുക, 1 ആണ് കിട്ടുക. അപ്പൊ 1ൽ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് എന്താണ്, അവിടെ കൊളീഷൻ ഉണ്ട്. അവിടെ 1ൽ എലമെന്റ് ഉണ്ട്, സോ കൊളീഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, h2 of k കണ്ടുപിടിക്കും. h2 of k ഇത് h1 of k ആണ്. അടുത്ത നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, h2 of k കണ്ടുപിടിക്കും. h2 of k എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. h2 of k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 into അല്ലേ, അപ്പൊ 2 into k - 1 mod 7 ആണ്. സോ 2 into k, ദാറ്റ് ഈസ് 2 into 15. നമ്മളുടെ വാല്യൂ 15 ആണ്. നമുക്ക് 15 ആണ് സ്റ്റോർ ചെയ്യേണ്ടത് അല്ലേ, 15 ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. സോ 15, 2 into 15 - 1 അല്ലേ, 15 - 1 mod 7 ആണ് നമുക്ക് അടുത്ത കേസ്, mod 7. അപ്പൊ നമുക്കത് എത്ര കിട്ടി, 2 into 15 - 1 30 - 1 29 mod 7, നമുക്ക് 1 കിട്ടി അല്ലേ. അപ്പൊ നമുക്ക് ഇനി ഏത് ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കേസ്, നമ്മുടെ പുതിയ എലമെന്റിനെ നമ്മൾ സ്റ്റോർ ചെയ്യാനുള്ളത് h1 of k പ്ലസ് h2 of k യിലേക്കായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടുള്ളത്. അല്ല h2 of k എന്ന് കണ്ടുപിടിച്ച സംഭവത്തിലേക്കല്ല സ്റ്റോർ ചെയ്യേണ്ടുള്ളത്. h1 of k പ്ലസ് h2 of k ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്, 1 + 1 ഇതാണ് 2. സെക്കൻഡ് ഇൻഡെക്സിലേക്കായിരിക്കണം ആര് സ്റ്റോർ ചെയ്യേണ്ടുള്ളത്, 15 സ്റ്റോർ ചെയ്യേണ്ടത്. മനസ്സിലായോ? സോ ഇതാണ് ആക്ച്വലി നമ്മളുടെ ഡബിൾ ഹാഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഇനി സപ്പോസ് ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം, കൊളീഷൻ വരുന്നു എന്നുള്ള കേസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നോക്കുന്നത് h of നമ്മളുടെ ആരായിരുന്നു, 29 തന്നെ നമുക്ക് എടുക്കാം. 29, h of 29 എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ ഹാഷിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തപ്പോഴത്തേക്ക് h1 of 29 അല്ലേ, h1 of 29 നമ്മൾ കണ്ടപ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാം 29 mod 7 അല്ലേ, നമുക്ക് എത്ര കിട്ടി, 1 കിട്ടി അല്ലേ, 1 കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി 1ൽ കൊളീഷൻ ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഹാഷ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. h2 of 29 അല്ലെ, h2 of 29 is equal to എന്താണ്, 29 into 2 അല്ലെ, അല്ലെങ്കിൽ സോറി 2 into 29 അല്ലെ, ഇപ്പൊ 68 - 1 അല്ലെ, 2 into 29 68 - 58 - 1 58 - 1 mod 7
അല്ലേ? അപ്പൊ 58 -1 മോഡ് 7. സോ 57 മോഡ് 7 അല്ലേ? 57 മോഡ് 7 അല്ലേ? അപ്പം 8 ആണ്, സോറി 57 1 ഇല്ലേ, ഈക്വൽ ടു 1 ആയിരിക്കും നമുക്ക് വരിക. 57 മോഡ് 1 നമുക്ക് 1 ആയിരിക്കും വരിക അല്ലേ? 1. അപ്പൊ നമ്മൾ നോക്കി H1 ഓഫ് 1 ഉം H2 ഓഫ് 1 നമ്മൾ നോക്കി. എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു H1 ഓഫ് 1 അല്ലേ? H1 ഓഫ് 1 അല്ലേ പ്ലസ് H2 ഓഫ് 1 എന്താണെന്ന് നോക്കി. H2 ഓഫ് 1 H1 ഓഫ് 1 അല്ല, സോറി, H1 ഓഫ് 29 പ്ലസ് H2 ഓഫ് 29 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്തു. ഇസ് ഈക്വൽ ടു 1 + 1. എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്തോണേ. ആഡ് ചെയ്യുമ്പോഴും ഉള്ള, ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്തോണേ. 58 പ്ലസ് അല്ല 56, ഓക്കെ, കറക്റ്റ് ആണ് തോന്നുന്നു. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോ. ഓക്കെ, അപ്പം +1 നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടി. അപ്പൊ 2 കിട്ടിയപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ എന്താണ്, 2ൽ ഓൾറെഡി നമ്മൾ 15 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. H1 ഓഫ് 1 ഇൻറ്റു, അപ്പൊ നമ്മൾ ഫസ്റ്റ് കേസിൽ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് 1 ഇൻറ്റു എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്താണ്? H1 ഓഫ് k പ്ലസ് 1 ഇൻറ്റു H2 ഓഫ് k എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ 2 ഇൻറ്റു H2 ഓഫ് k വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഇൻറ്റു H2 ഓഫ് k മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യത്തെ കൺസെപ്റ്റ് നമ്മൾ 15 സ്റ്റോർ ചെയ്തപ്പോഴത്തേക്ക് 1 ഇൻറ്റു H2 ഓഫ് k എന്നുള്ള കൺസെപ്റ്റിൽ വെച്ചിട്ട് ചെയ്യാം. രണ്ടാമത്തെ കേസിൽ H1 ഓഫ് 29 പ്ലസ് 2 ഇൻറ്റു H2 ഓഫ് 29 വെച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് 2 ഇൻറ്റു 1 കിട്ടും. സോ 1 പ്ലസ് 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം? 3ലേക്ക് നമ്മുടെ 29നെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഡബിൾ ഹാഷിംഗ്. ദാറ്റ് ഈസ് ഡബിൾ മീൻസ് രണ്ട് ഹാഷ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എലമെന്റുകളെ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കേസാണ് അവിടെ വന്നിട്ടുള്ളത്. ഡബിൾ ഹാഷിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയാണ് എലമെന്റ്സുകളെ സ്റ്റോർ ചെയ്യുക. സോ ഇത്രയാണ് ആക്ച്വലി നമ്മുടെ കൊളീഷൻ ഹാഷ് ഫംഗ്ഷൻ ആൻഡ് കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സ് വരുന്നത്. ഓക്കെ, ഞാൻ ആദ്യം ഒന്നും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്തേക്കാം എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഫസ്റ്റ്ലി ഹാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെർച്ചിങ് അല്ലെങ്കിൽ സ്റ്റോറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് കോംപ്ലക്സിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എലമെന്റുകളെ ഒരു അറേയിലേക്ക്, സ്പെസിഫിക് ലൊക്കേഷനിലേക്ക്, ഇൻഡെക്സിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ എന്ന് പറയുന്ന പേരാണ് ഹാഷ് ഫംഗ്ഷൻസ്. സോ ഹാഷ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എലമെന്റുകളെ ഹാഷ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ അറേയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. ഹാഷ് ടേബിളിന്റെ പ്രത്യേകത അതിന് ഇൻഡെക്സ് ഉണ്ട് എന്നുള്ളതാണ്. അറേ പോലെ തന്നെയാണ്, ഇൻഡെക്സ് ഉണ്ടാവും. സോ നമ്മളൊരു കീ കൊടുത്തു കഴിഞ്ഞാൽ ഹാഷ് ഫംഗ്ഷൻ അതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇൻഡെക്സിനെ നമുക്ക് ഫൈൻഡ് ചെയ്ത് തരും. ആ ഇൻഡെക്സിലേക്ക് നമ്മൾ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യും. ഇൻഡെക്സിനെ ഫൈൻഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമുക്ക് 4 മെത്തേഡുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഡിവിഷൻ മെത്തേഡ്, മിഡ് സ്ക്വയർ മെത്തേഡ്, ഫോൾഡിംഗ് മെത്തേഡ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ കീ വാല്യൂവിനെ ഒരു ടേബിൾ സൈസ് കൊണ്ട് മോഡ് ചെയ്യും. ആ റിമൈൻഡർ പാർട്ടിലേക്ക്, ഇൻഡെക്സിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. ദെൻ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഫ്രാക്ഷണൽ വാല്യൂസിനെ നമ്മൾ ഫ്ലോർ ചെയ്തിട്ട് ആ കിട്ടുന്ന ഇൻഡെക്സിലേക്ക് നമ്മൾ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യും. ദെൻ മിഡ് സ്ക്വയർ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എലമെന്റിനെ സ്ക്വയർ ചെയ്ത് കിട്ടുന്ന വാല്യൂവിന്റെ മിഡിൽ ഡിജിറ്റുകൾ നമ്മൾ എടുത്തിട്ട് അതിനെ നമ്മൾ ഇൻഡെക്സ് ആക്കി വെച്ചിട്ട് നമ്മൾ എലമെന്റുകൾ അതിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ഫോൾഡിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റയെ നമ്മൾ ഡിജിറ്റ്സ് പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ പീസുകളെ നമ്മൾ സം ചെയ്യും. ആ സമ്മിനെ നമ്മൾ ഇൻഡെക്സ് ആയിട്ട് സെലക്ട് ചെയ്യും. ദെൻ ഇപ്പൊ ഉണ്ടാവുന്ന കൊളീഷനുകൾ, ഇപ്പൊ ഒരു ലൊക്കേഷനിലേക്ക് എലമെന്റുകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ സെയിം ലൊക്കേഷനിലേക്ക് എലമെന്റ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ കൊളീഷൻ എന്ന് പറയും. ആ കൊളീഷൻ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് ടെക്നിക്സ് ആണുള്ളത്. ഒന്ന് ക്ലോസ്ഡ് അഡ്രസ്സിംഗ് ഉണ്ട്, ഓപ്പൺ അഡ്രസ്സിംഗ് ഉണ്ട്. ക്ലോസ്ഡ് അഡ്രസ്സിംഗിൽ നമുക്കുള്ളതാണ് കൊളീഷൻ റെസൊല്യൂഷൻ ബൈ ചെയിനിങ്. ദെൻ ഓപ്പൺ അഡ്രസ്സിംഗിലുള്ളതാണ് ലീനിയർ പ്രോബിംഗ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ്, ദെൻ ഡബിൾ ഹാഷിംഗ്. സോ കൊളീഷൻ റെസൊല്യൂഷൻ ബൈ ചെയിനിങ്ങിന്റെ കേസിൽ നമ്മൾ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ട് നമ്മൾ എലമെന്റുകൾ കൊളീഷൻ വരികയാണെങ്കിൽ ആ എലമെന്റിനെ ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. കുറച്ചും കൂടെ മീൻസ് ഈസി മെത്തേഡാണ്. പക്ഷെ അതിനകത്തുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് അതിന്റെ മെമ്മറി വേസ്റ്റേജ് ഉണ്ടാവുന്നു എന്നുള്ള കേസാണ്. ദെൻ ഓപ്പൺ അഡ്രസ്സിംഗിന്റെ കേസിൽ നമ്മൾ സെയിം അറേയിൽ തന്നെയാണ് എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. നമ്മളുടെ കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് പുതിയ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്തതിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ലീനിയർ പ്രോബിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക്
നമ്മളുടെ ഡിവിഷൻ മെത്തേഡിൽ നമ്മൾ അതല്ല ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലസ് നമ്മൾ ഒരു ഐ യൂസ് ചെയ്യും. ഐ റേഞ്ചിങ് ഫ്രം 0 to ടേബിൾ സൈസ് നമ്മൾ അതിലേക്ക് പോകും. ദെൻ ഫസ്റ്റ് ലൊക്കേഷനിൽ എലമെന്റ് ഫില്ല് ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് സീക്വൻഷ്യൽ ആയിട്ട് എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യും. അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ പ്രൈമറി ക്ലസ്റ്ററിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന മെത്തേഡാണ് ക്വാഡ്രാറ്റിക് പ്രോബിംഗ്. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റോറിംഗ് ഡാറ്റ ഇൻ സീക്വൻഷ്യലി നമ്മൾ എന്ത് ചെയ്യും, +i ലൊക്കേഷൻ പകരം +i² ലൊക്കേഷനിലേക്ക് നമ്മൾ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യും. സോ നമ്മളുടെ പെർഫെക്റ്റ് സ്ക്വയർ ഓർഡറിലെ എലമെന്റുകൾ സ്റ്റോർ ആവും. ഫസ്റ്റ് ലൊക്കേഷൻ 1 ആണെങ്കിൽ +1 +4 +9 +16 +25 എന്ന് പറയുന്ന ഓർഡറിലായിരിക്കും നെക്സ്റ്റ് എലമെന്റുകൾ നമ്മൾ സ്റ്റോർ ചെയ്യുക. ദെൻ അതിനുശേഷം വരുന്ന കേസാണ് ഡബിൾ ഹാഷിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 2 ഹാഷ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യും. ഫസ്റ്റ് ഹാഷ് ഫംഗ്ഷനിൽ നമ്മൾ എലമെന്റ്സിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡെക്സ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യും. ദെൻ കൊളീഷൻ ഒക്കർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഷ് ഫംഗ്ഷൻ +i × സെക്കൻഡ് ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എലമെന്റുകൾ നമ്മുടെ റെസ്പെക്റ്റീവ് ഹാഷ് ടേബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. സോ ഇത്രയാണ് നമ്മുടെ ഹാഷ് ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ഹാഷിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആക്ച്വലി ഒരു സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഇന്ന് കുറച്ച് സ്പീഡിൽ ഞാൻ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കൊരു എമർജൻസി ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ, എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഹാഷിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടാണ്. ഓക്കെ, അപ്പം എല്ലാവരും അത് കൃത്യമായിട്ട് നോക്കി പഠിച്ച് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ എന്റെ ക്ലാസ് ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അരവിന്ദ്, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലോ? ഓക്കെ, സോ താങ്ക് യു. ഈ 3 ദിവസങ്ങളിൽ നിങ്ങളുടെ ക്ലാസ് കൃത്യമായിട്ട് പങ്കെടുക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ. ദെൻ ഞാൻ തന്നിട്ടുള്ള സ്ലൈഡുകൾ നിങ്ങൾ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്തിട്ട് അൽഗോരിതംസ് ആണെങ്കിലും ഈ മെത്തേഡുകളാണെങ്കിലും ഹാഷിങ്ങിന്റെ മെത്തേഡുകളാണെങ്കിലും കൃത്യമായിട്ട് നോക്കിയിട്ട് അത് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, താങ്ക് യു. Thank you, sir. Okay. And നമുക്ക് നിർത്താലോ? എല്ലാം പോർഷൻസ് എല്ലാം കവർ ചെയ്തില്ലേ? നിങ്ങളുടെ കംപ്ലീറ്റ് പോർഷൻ കവർ ആയില്ലേ? മൊത്തം എല്ലാം എടുത്തല്ലേ? പക്ഷെ ഒരു ക്ലാസ് മിസ്സായ എന്താ എന്തോ ഹോസ്പിറ്റൽ വിഷയം ഉണ്ടായിരുന്നു. അനൂപ് സാർ. ഓക്കേടാ, ഞാൻ ഇത് ഷെയർ ചെയ്തേക്കാം നിങ്ങൾക്ക്. നിങ്ങൾ